യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 and verse 12 to 14, 12 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. ഇവിടെ സഭയിലുള്ള 3 തരം വിശ്വാസികളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഒന്ന്, ഇപ്പോൾ ജനിച്ച ശിശുക്കൾ അഥവാ ലിറ്റിൽ ചിൽഡ്രൻ. രണ്ടാമത്തെ കൂട്ടര് എന്ന യുവത്വത്തിലേക്ക് വളർന്നവരാണ്. ആ യുവത്വത്തിലെത്തിയവരുടെ 3 പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, അവർ ശക്തരാണ്. 2, അവർ ശക്തരാകാനുള്ള കാരണമുണ്ട്. എന്താ? ദൈവവചനം അവരുടെ ഉള്ളിൽ വസിക്കും. ദൈവവചനം ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് അവര് ശക്തരായിരിക്കുന്നത്. വിശ്വാസികൾ ഓർക്കണം, പ്രത്യേകിച്ച് എല്ലാവരും, നമ്മളെ ആത്മീയമായി ശക്തരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്നലെ ഞാൻ അല്പം വിശദീകരിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 3-ാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടനെ ജയിച്ചു. എന്തുകൊണ്ടാണ് അവർ ദുഷ്ടനെ ജയിച്ചത്? അതിന് തൊട്ട് മുമ്പുള്ള 2 കാരണങ്ങൾ കൊണ്ടാണ്. എന്താ ദുഷ്ടനെ ജയിക്കാൻ കാരണം? എന്താ? അവര് ശക്തരാണ്. അവർ ശക്തരാകാൻ കാരണം എന്താ? ദൈവത്തിൻ്റെ വചനം അവരുടെ ഉള്ളിൽ വസിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ വസിച്ച് ശക്തരായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ദുഷ്ടനെ എല്ലാവരും സംസാരിക്കുന്നത് ദുഷ്ടനെ ജയിച്ചത്. ഓർക്കുക, നമ്മൾ മിക്കപ്പോഴും സാക്ഷ്യം എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ ചിലതൊക്കെ. ഈ സാക്ഷ്യം എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് തന്നെ വേദപുസ്തകപ്രകാരമല്ല പലയിടത്തും നടക്കുന്നു. ആരും പിണങ്ങുകയൊന്നും ചെയ്യരുത്. സാക്ഷ്യം എന്നുള്ള വാക്കിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥത്തിലല്ല നമ്മുടെ സ്ഥലം സഭകളിൽ പലയിടത്തും അത് മനസ്സിലാക്കിയിരിക്കുന്നു, ഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ സ്ഥലം സഭകളിൽ നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്കും സ്തോത്രത്തിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനെ സാക്ഷ്യം എന്ന് വിശേഷിപ്പിക്കുന്നു. സഭയ്ക്കുള്ളിൽ പറയുന്നത് എന്താ? പ്രാർത്ഥനയ്ക്കും സാക്ഷ്യത്തിനുമുള്ള കാര്യങ്ങളാണ്. എന്നാൽ പൊതുവെ പലരും പറയുന്ന ഈ സാക്ഷ്യം എന്ന പേര് തന്നെ ഞാനങ്ങ് പറയട്ടെ. പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോൽവി സംഭവിച്ചു പോയി, ബലഹീനത സംഭവിച്ചു പോയി. മിക്കവാറും ഡിസംബർ 31 അല്ലേ? എല്ലാ വർഷവും ഡിസംബർ മാസം 30. കഴിഞ്ഞ വർഷം ഒത്തിരി ബലഹീനത പറ്റി, ഒരുപാട് തോറ്റുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ എളിമയോടെ, നമ്മളെ തോക്കാൻ വേണ്ടിയല്ല ദൈവം രക്ഷിച്ചത്. നമ്മൾ ജയാളികളാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതിലൊക്കെ നമ്മൾ ജയം പ്രാപിക്കുന്നു എന്നല്ല, പിന്നെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നാണ്. വിശ്വാസ ജീവിതം തോൽവിയുടെ ഒരു ജീവിതമാക്കരുത്. ചെറിയാൻ സാറിൻ്റെ ഒരു പാട്ടുകൊണ്ട് പാടിക്കൊണ്ട് എഴുന്നേൽക്കാൻ. എന്താ? തോൽവിയേ ഉള്ളൂ എന്നിൽ ഓർക്കുകയും കാൽവരിയിലെ എൻ്റെ കൈ പിടിക്കണം എന്നല്ലേ? തോൽവിയേ ഉള്ളൂ എന്നിൽ. ദയവ് ചെയ്തത് ഈ പല്ലവി നിർത്തണം. നമുക്ക് ജയിക്കണം. ജയിക്കാൻ ആവശ്യമായ സൗകര്യം ദൈവം തന്നിട്ടുണ്ട്. എന്താ? നമ്മൾക്ക് ശക്തരാകാം. ശത്രുവിനെ ജയിക്കാനുള്ള ശക്തി ദൈവം നമ്മൾക്ക് തരും. എങ്ങനെയാ? ദൈവവചനം ഉള്ളിൽ വസിക്കും. എനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇന്ന് ഒരു അല്പനേരം സംസാരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും സംസാരിച്ച ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞ് ഈ ശത്രുവിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്താണെന്നറിയാം? ദൈവവചനത്തിൽ നിന്ന് നമ്മളെ എത്രമാത്രം ബാക്കി അകറ്റി നിർത്താമെന്നുള്ളത്. അവിടെ ജയിച്ചു വിശാല കേട്ടോ. ഷോക്കേസിൽ വെക്കാനുള്ള ഒരു സാധനമല്ല ബൈബിള്. ഇത് തുറന്ന് വായിക്കാനുള്ളതാണ്. അപ്പോഴാണ് നമ്മളുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ശക്തിപ്പെടുന്നത്. ആ അകത്തെ മനുഷ്യന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ ദുഷ്ടനെ ജയിക്കാൻ സാധിക്കും. ഈ ജയജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്.
വീണ്ടും ജനിച്ചവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് വിജയം, സക്സസ് എന്ന് പറയുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന് 4-ാം വാക്യം. എന്താ? 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതാണോ എന്ന് ചെയ്യാൻ പറ്റും. കാരണം ദൈവം എന്നും തോക്കുന്നതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനും തോക്കാൻ അനുവാദമില്ല. അത് ദൈവത്തിന് അപമാനമാണ്. ഞാനിങ്ങനെ പറയാം, അവിടെ എഴുതിയിരിക്കുന്നത് ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വിശ്വാസത്താൽ ലോകത്തെ ജയിക്കാൻ പറ്റും. ദൈവജനത്തിന്റെ ശക്തി കൊണ്ട് നമ്മൾക്ക് പാപത്തെ ജയിക്കാൻ പറ്റും. നമ്മുടെ ജഡത്തെ നമ്മൾക്ക് ജയിക്കാൻ സാധിക്കും. സാത്താനെ നമ്മൾക്ക് ജയിക്കാൻ സാധിക്കും. ഏത് പ്രലോഭനങ്ങളും, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണേ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. എന്തെല്ലാം ചിന്തകളാ തലയ്ക്കകത്തോട്ട് കയറി വരുന്നത്. ഇവിടെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം നമ്മള് സംഭരിച്ച് മതിയാകും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ദുഷ്ടനെ ജയിക്കുക. ഇത് കഴിഞ്ഞാൽ ആ ലിറ്റിൽ ചിൽഡ്രൻ എന്നുള്ള അവസ്ഥ മാറി എന്ത് ചെയ്തു? ആത്മീയ യുവത്വത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയും എന്താ മൂന്നാമത്തെ സ്ഥിതി ഏതാ? മൂന്നാമത്തെ സ്റ്റേജ് ഏതാ? പിതാവ്. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, സുവിശേഷകന്മാർക്ക് മാത്രമല്ല ആത്മീയ മക്കളുണ്ടാകും. സുവിശേഷത്താൽ വീണ്ടും ജനനത്തിലേക്ക് അനേക ആളുകളെ നയിക്കാൻ സഭയിലെ ഓരോ വിശ്വാസിക്കും ബാധ്യതയുണ്ട്. സുവിശേഷം അറിയിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ആ പിതൃത്വത്തിലേക്ക് വളരുവാൻ വിശ്വാസികൾ ആവോളം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഇനി ഞാൻ ആ ഭാഗം ഒന്ന് മാറിയിട്ട് നമ്മുടെ കടമകളെ കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ഥലം സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളുടെ ഉത്തരവാദിത്വം അഥവാ പങ്കാളിത്തം പ്രധാനമായും 4 മേഖലകളിലാണ് നമ്മൾക്ക് സഭയോട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വമുള്ളത്. സ്ഥലം സഭയിലെ ഒരു വിശ്വാസിക്ക് 4 മേഖലകളിലാണ് ഉത്തരവാദിത്വം. ഒന്ന് അപ്പേടാണ്, ഗോഡ് വേർഡ്, ദൈവത്തോട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. വചനങ്ങളുണ്ട്, അത് പ്രത്യേക ഒരു പഠനമാണ്. ഞാൻ അവിടോട്ട് തിരിയുന്നില്ല, അതിനുള്ള സമയമില്ല. ഇതിൽ ഒറ്റ വാചകത്തിൽ പറയാം, സഭയുടെ ഉടമസ്ഥനാര, സഭയുടെ ഉടമസ്ഥനാര. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ 28-ാം വാക്യം ഒന്ന് വായിച്ചാൽ. മനപ്പാടം അറിയേണ്ടതാണ് അല്ലേ? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ സമ്പാദിച്ചിരിക്കുകയാണ്. അയ്യോ, ആ വാക്കിന്റെ ഒക്കെ അർത്ഥം നാഗസാഹിബ് എഴുതിയ വാക്കിനകത്തൊക്കെ ഉണ്ട്. ഞാൻ നിന്റെ സമ്പാദ്യം എന്റെ രക്ഷകനെന്ന്. യേശുക്രിസ്തുവിന്റെ രക്തം വിലയായി തന്ന് സ്വർഗത്തിലെ ദൈവം സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സമ്പാദ്യമാണ് എന്ത്? ദൈവത്തിന്റെ സഭ. അപ്പൊ ഇതിന്റെ ഓണർഷിപ്പ് ആർക്കാ? ഇതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാ? ദൈവത്തിനാണ്. അപ്പോൾ ദൈവസഭയോട് ബന്ധപ്പെട്ട ഒരു ദൈവവൈതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്റെ ഉടമസ്ഥനോട് എനിക്കൊരു കടപ്പാടുണ്ട്. എന്താണത്? ഞാൻ ഒറ്റ വാക്കിൽ പറയാം. വാക്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിലെന്ന് പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഗ്ലോറിഫൈ ഗോഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു ദൈവവൈതലിന്റെ ജീവിതം കൊണ്ട് സാധിക്കേണ്ടത് അതാണ്. ഇനി ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞങ്ങ് പോവാം. എന്താ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രൈസലോട് പറയുന്നതും സ്തോത്രം ചെയ്യുന്നതുമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം
കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താതെ എത്ര സ്തോത്രം പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇരിക്കുന്ന റൂഫിന്റെ മുകളിലോട്ട് അത് പോവുകയില്ല കേട്ടോ. ദൈവത്തെ മഹത്വപ്പെടുത്തുക ഏറ്റവും പ്രധാനപ്പെട്ട, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാൻ പറയാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, 1 Corinthians chapter 6 6-ാം അധ്യായത്തിന്റെ verses 19 and 20. എന്താ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും പിന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അടുത്തത്, ആകയാൽ നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്റെ പ്രിയ കുഞ്ഞെ, നിന്റെ ഈ ശരീരം അതുണ്ടല്ലോ, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അധരം കൊണ്ട് സ്തോത്രവും ഹല്ലേലൂയയും സ്തുതിയും പറയുന്നതല്ല. അതുണ്ട്, അതിനകത്തുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉള്ള ഉപാധി എന്താ? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രത്യേകിച്ചും എനിക്ക് മുമ്പിലിരിക്കുന്ന എല്ലാവരെയും കാണാം. ഇതേ ചെയ്ത് നിങ്ങൾ പരസ്പരം വർത്താനം പറയാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞു, ഇത് എൻ്റെ അല്ല കേട്ടോ, ആർക്കെങ്കിലും പിണക്കമുണ്ടെങ്കിൽ തന്നെ പിണക്കം അങ്ങോട്ട് നിർത്തണം, എന്നോട് പിണക്കമുണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞ ആ പേരൊക്കെ വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം, എന്നോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞു, ഈ ഹോട്ടലിൽ നമ്മള് റാഷൻ കഴിച്ചിരിക്കുന്ന സ്ഥലത്ത് കൈ കഴുകി കഴിഞ്ഞാൽ അവിടെ ഒരു ടവൽ ഇട്ടിട്ടുണ്ട്, അതിൽ ആർക്കും കൈ നടക്കുക. അങ്ങനെയുള്ള ഒരു ടവലല്ല ഒരു വിശ്വാസി. ഞാൻ മൗനമായി നിൽക്കുന്ന വാക്കുകൾ പറയാനില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം, പല ഉപാധികളുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയുണ്ട്. അതിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്നോ എനിക്ക് ഗ്ലോറിഫൈ എന്നുള്ള വാക്ക്, ഗ്ലോറിഫിക്കേഷൻ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം വരുന്നുണ്ട്. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ഇതാണ് മഹത്വപ്പെടുത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. 4-ാം വാക്യം ഇല്ലേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. എങ്ങനെയാ മഹത്വപ്പെടുത്തിയത്? സ്തോത്രമല്ലേ ഞാൻ പറഞ്ഞു. അടുത്ത പറയണ്ട, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഉപാധി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ തികച്ചു. മുമ്പേ കേട്ടപോലെ ഞാനങ്ങ് കരയത് കേട്ടോ. കാൽവരിയിലെ കുരിശിൽ ദൈവം ഏൽപ്പിച്ച ജോലി നിവർത്തിക്കുക എത്ര വലിയ ടാസ്ക് ആണ് ദൈവം ഏൽപ്പിച്ചത്. നീ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത്. കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദയവിലും മുട്ടയിലിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കണം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന മിനിസ്ട്രീസ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്തൊക്കെയാണ് ചോദിക്കണം. എന്നിട്ട് അത് നിവർത്തിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട്, ഒന്ന് ദൈവത്തോട് ബന്ധപ്പെട്ട്, രണ്ട് യേശുക്രിസ്തു, ക്രൈസ്റ്റ് വേർഡ്, യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം. യേശുക്രിസ്തു സഭയുടെ ആരാ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ അവിടെ പറയുന്നത് എന്താ? അവന്റെ ശരീരമായ സഭയ്ക്ക് യേശുക്രിസ്തുവിനെ ആരായിട്ട് നൽകിയിരിക്കുകയാണ്. അവനെ സകലത്തിനും മീതെ
തലയാക്കി അവന്റെ ശരീരമായ അവ സഭയുടെ തലയായ ഉടമസ്ഥൻ പിതാവായ ദൈവമാണ്. പിന്നെ സഭയുടെ തല ആരാ? കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമുക്ക് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള ഉത്തരവാദിത്വം എന്താ? ഞാൻ വേഗം പറയാം. ഈ തലയാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്, അല്ലേ? തലയാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യം എന്താ? കർത്താവിനെ സമ്പൂർണമായി അനുസരിക്കുക. തലയെ ഈ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ അനുസരിക്കുന്നത് പോലെ തല തരുന്ന ആജ്ഞ ഈ ശരീരത്തിന്റെ അവയവങ്ങൾ നിവർത്തിക്കുന്ന പോലെ എന്ത് ചെയ്യാം? ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദന എന്ത് ചെയ്യണം? സഭയിൽ വിശ്വാസികളായിട്ടുള്ള ദൈവമക്കൾ സമ്പൂർണമായി കർത്താവിനെ അനുസരിക്കുക. അതും വ്യത്യസ്ത മേഖലകളിലേക്കൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ സമയത്തിൻ്റെ ഒരു നല്ല ഭാഗം കഴിഞ്ഞു, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. കുറേയേറെ കാര്യങ്ങൾ ഇന്ന് പറയണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് അല്പം സ്പീഡിലാണ് ഞാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. വേഗത്തിലാണെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ അങ്ങ് വന്നാൽ മതി. ഞാൻ പറയട്ടെ, എന്താ കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഒറ്റ വാചകത്തിലൊന്ന്, 2-3 വാചകത്തിലൊന്ന് പറയാം. കാനായിലെ കല്യാണം, അവിടെ ഇല്ലാതായിട്ടിരുന്നത് എന്താ? തീർന്നു പോയതെന്താ? എല്ലാവരും സംസാരിച്ചേ. തീർന്നു പോയതെന്താ? വീഞ്ഞാണ്. കർത്താവ് പറഞ്ഞ എന്താ? ഈ കൽപാത്രത്തിൽ നമ്മളായിരുന്നെങ്കിൽ, അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ, എന്തോ ചോദിച്ചേനെ? കർത്താവ്, ഇവിടെ വേണ്ടത് വെള്ളമല്ല, പിന്നെ ഇവിടെ വേണ്ടത് വീഞ്ഞാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? ആ ശുശ്രൂഷക്കാർ ചോദ്യം ചെയ്യാതെ വെള്ളം നിറച്ചു എന്നല്ല അവിടെ ഇരിക്കുന്നത്, വക്കോളവും നിറച്ചു. ഇതാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യാതെ സമ്പൂർണമായി അനുസരിക്കുക. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ചും യുവാക്കളെ ഞാൻ പ്രത്യേകം യുവാക്കന്മാരോട് പറയട്ടെ, നിങ്ങൾ ഇതൊന്ന് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞേ. കർത്താവേ, ഞാൻ എന്താ? രക്ഷിക്കപ്പെടുന്ന സമയത്ത് പൗലോസ് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. അത് വലിയ പഠനമാണ്. 2 ചോദ്യം. ഒന്ന്, നീ ആരാകുന്നു? കർത്താവേ. ഒരു വലിയ പഠനമാണ്. നീ ആരാകുന്നു? കർത്താവ്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയാമോ? ഞാൻ എന്ത് ചെയ്യുന്നു? കുഞ്ഞേ, ഒരു സർക്കാർ ജോലിയോ ഒരു കമ്പനിയിലെ ജോലിയോ ആയിരിക്കില്ല നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉണ്ടണ്ട. ഞാൻ പറയാം, എന്താ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ കർത്താവിന്റെ ഉദ്ദേശം? നിന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ഉദ്ദേശം എന്താ? ഭാരതത്തിലെ കേട്ടപ്പോഴേ മാതാപിതാക്കളുടെ പലരുടെ ഉള്ളിൽ ഇടിവാണ് വെട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. സുവിശേഷമായിരിക്കും. ചോദിക്കണം, കർത്താവേ, എന്നെ കുറിച്ച് എന്താ അവിടുത്തെ പ്ലാൻ? സമ്പൂർണമായിട്ട് ഞാൻ എങ്ങനെ അനുസരിക്കുക? ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയൊക്കെ ശരിക്കും അനുസരിച്ച് ജീവിച്ച ഒരാളാണ്. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ അനുസരിക്കാതെ നിന്നുള്ളൂ. ഞാൻ 1974 കർത്തൃവേലയ്ക്ക് വേണ്ടി എനിക്ക് പിന്നെയുണ്ടെന്നുള്ളത് ദൈവം എന്നെ ബോധ്യപ്പെടുത്തി. അപ്പൊ ഞാനത്, എൻ്റെ അപ്പൻ പാസ്റ്റർ, എൻ്റെ പിതാവ് പാസ്റ്റർ. എൻ്റെ പിതാവിന്റെ ഇഷ്ടം എന്തായിരുന്നറിയാമോ? 3 പെങ്ങന്മാരുണ്ട്, അവരെ കെട്ടിച്ചിട്ടില്ല, ഒരു കൊണ്ട് ഭൂമിയില്ല, സ്വന്തമായിട്ടൊരു
വീടില്ല. ഞാൻ പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം. ഞാൻ ഒരു ചെറിയ തിട്ടാന്ന് പറയണമെന്നുള്ളതേ ഉള്ളൂ. ഒരു മെയ് മാസത്തിൽ 1974 മെയ് മാസത്തിൽ ഒരു ഞായറാഴ്ച 3-ാമത്തെ സൺഡേ ഞാൻ എഴുന്നേറ്റ് നിന്ന് അപ്പനോട് ചോദിച്ചില്ല, അമ്മയോട് ചോദിച്ചില്ല, സഹോദരങ്ങളോട് ചോദിച്ചില്ല. എൻ്റെ കർത്താവിനെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ സമർപ്പിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനന്ന് പാടിക്കൊണ്ട് എഴുന്നേറ്റ പാട്ട്, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മതി എനിക്ക് എന്നേക്കും, എന്റെ യേശു മാത്രം മതി എനിക്ക് എന്നേക്കും. എന്റെ കർത്താവിന്റെ ആജ്ഞയനുസരിച്ച് കർത്താവിന്റെ വിളിക്ക് കീഴ്പ്പെട്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത സന്ദർഭമായിരുന്നു അത്. ആ മീറ്റിംഗെല്ലാം കഴിഞ്ഞപ്പോ എന്റെ പിതാവിന്റെ അടുക്ക് വന്ന് ചോദിച്ചു, മോനെ, എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ ഇത് പറയേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് നന്നായിട്ടറിയാം, അച്ചാച്ചനോട് ചോദിച്ചാൽ ഇത് അനുവദിക്കയില്ല. കഴിഞ്ഞ 51 വർഷമായി എന്നെ കർത്താവിനെ അനുസരിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ 100 ആളുകളെ രക്ഷയിലേക്ക് നടത്താൻ ദൈവം എനിക്ക് കൃപ നൽകി. അതുകൊണ്ട് കുഞ്ഞെ, ഈ മധ്യാഹ്ന സമയത്തെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നീ കർത്താവിനോട് ചോദിക്കണം, ഞാൻ അനുസരിക്കാൻ കർത്താവേ. അവിടുന്ന് മറിയ പറഞ്ഞ വാചകം തന്നെ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യേ. ഞാൻ ഈ അനുസരണത്തെ കുറിച്ചൊന്ന് കൂടുതൽ ഒത്തിരി ഇങ്ങനെ മനസ്സിൽ തിങ്ങുക, ഒരു ഹൃദയത്തിൽ ഇങ്ങനെ വചനം തിങ്ങുക, ശ്വാസം മുട്ടുന്ന ഒരു അനുഭവം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിക്കുക ദൈവസന്നിധി. ഇനിയും 3-ാമതായിട്ട് സെൽഫ്. ഓരോരുത്തർ അവരോട്, 1 ദൈവത്തോട് ബന്ധപ്പെട്ട്, 2 സഭയുടെ തലയായ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട്, 3 ഒരു വ്യക്തി തന്നോട് തന്നെ നിർവഹിക്കേണ്ട ദൗത്യം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, വിശുദ്ധ ജീവിതമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തില് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 1:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു പ്രധാനമായി ലേവ്യ പുസ്തകത്തിന്റെ സ്കോളർ ഇവിടെ ഇരിപ്പുണ്ട്. ആ ലേവ്യ പുസ്തകത്തിലെ ഒരു വചനം ഉദ്ധരിച്ചാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. എന്താ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകും. ഇതാണ് ആ വചനം. കേൾക്കണേ, ഒരുപാട് ദൈവദാസന്മാര് തന്നെ, ഞാനങ്ങനെ തുറന്നു പറയുക, ഈ വചനം തെറ്റിച്ചാ പറയാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധർ ആകും. അങ്ങനെയാണോ വാക്യം? ഉണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ വിശുദ്ധനാകുകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നല്ല, പിന്നെ ഞാൻ വിശുദ്ധനാകയാൽ. ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവിന്റെ വിശുദ്ധിക്കനുസരിച്ച് ആ വിശുദ്ധിയോടെ എത്താൻ ഭൂമിയിൽ ഒരു വിശുദ്ധനും സാധിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് കരുതിക്കൂട്ടിയാ പറഞ്ഞത്, എന്താ? ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഞാൻ പറയട്ടെ, ഈ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ ഒരു വ്യക്തി സ്വയം പാലിക്കേണ്ട വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 ഒരു കുടുംബത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 കോൺഗ്രിഗേഷണൽ സാങ്ക്ടിഫിക്കേഷൻ, സഭയോട് ബന്ധപ്പെട്ടുള്ള വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദൈവജനത്തിലോട്ട് കേട്ടു. ഞാനൊരു സൂചന നൽകിയെന്ന് പോകുന്നതുകൊണ്ട് ഇനിയും 4-ാമതായിട്ട് വേറൊരു വലിയ ഉത്തരവാദിത്വമാണ് ലോകത്തോട് ബന്ധപ്പെട്ട്.
ലോകത്തോട് ബന്ധപ്പെട്ട ഒരു വിശ്വാസിക്ക് വലിയ ഉത്തരവാദിത്വം. എന്താ ഉത്തരവാദിത്വം? ഒറ്റ വാക്കിൽ പറയാം, സാക്ഷ്യം നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എന്താ? പരിശുദ്ധാത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഞാൻ ഈ വിഷയം ഒരുപാട് ഞാൻ വിശദീകരിച്ച് പലയിടത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്കിന്ന് സമയമില്ലല്ലോ. നമ്മളോട് ദൈവം കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചെറിയാൻ സാർ എഴുതിയ ഒരു സുവിശേഷൻ മാസികത്ത് എഴുതിയ ഒരു എഡിറ്റോറിയൽ, എനിക്ക് ആ ദൈവദാസന്റെ എഴുത്തുകൾ വലിയ ഇഷ്ടമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ട ആ കാലഘട്ടത്തിലാണ് ഞാൻ വായിച്ചത് ഈ ലേഖനം, പത്രാധിപ ലേഖനം. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെയേറെ ആകർഷിച്ചു. ശ്രദ്ധിക്കണേ, ഒരു രസാവഹമായിട്ടുള്ള ചിന്ത കൂടെ അദ്ദേഹം പറഞ്ഞു. നമ്മളാരും ന്യായാധിപ ജഡ്ജിയായിട്ട് ഇന്ന് വിധിക്കണ്ട. പലർക്ക് ഈ ജഡ്ജിയായിരിക്കുന്ന കൂടുതൽ ഇഷ്ടം. സാക്ഷി എന്നുള്ള വാക്ക് ഒരു കോടതി വാക്ക്. സാക്ഷി ആവശ്യമില്ല, കോടതിയില്ല ആവശ്യം. അപ്പോ ഈ ദേവദാസൻ എഴുതിയത് നമ്മളാരും കോടതിയിലെ ജഡ്ജി ഒന്നും ആവണ്ട. രണ്ടാമത് അദ്ദേഹം എഴുതി നമ്മളാരും വക്കീലായി മാറിക്കണ്ട, അഡ്വക്കേറ്റ് ആവണ്ട. അതായി ചെയ്തോളൂ. ജഡ്ജിയായി ഇരിക്കുന്ന ആരാ? ദൈവം ന്യായാധിപതിയാണ്, ദൈവം ചെയ്തു. പിന്നെ വക്കീലായിട്ട് അഡ്വക്കേറ്റിന് ജോലി ആര് ചെയ്യും? യേശുക്രിസ്തുവും ചെയ്യും, പരിശുദ്ധാത്മാവും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അഡ്വക്കേറ്റ്സാണ്. ബാക്കിങ്ങളുടെ കന്നുകത്തില്ല. യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ചെയ്തു. പിന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏതാ? ഒരു സാക്ഷിയുടെ ജോലി. സാക്ഷിയുടെ ജോലി എന്താണെന്നറിയാമോ? ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രതി അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ജഡ്ജിയെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ആരുടെ ജോലി? ഒരു സാക്ഷിയുടെ ജോലി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രതി ഏതാ? ലോകം പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുക്രിസ്തു ആരാണെന്ന് സാക്ഷ്യം പറയാനുള്ള ജോലിയാണ് സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സഭയ്ക്കകത്താണോ സഭയ്ക്ക് പുറത്താണോ? സഭയ്ക്കകത്ത് യേശുക്രിസ്തു ആരാണെന്ന് മുമ്പേ കേട്ടില്ലേ? എന്താ? മനോഹരനാണ്, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ, സർവാംഗ സുന്ദരൻ. യേശുക്രിസ്തു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന എവിടെയാ? ലോകത്തിലാ. ധൈര്യം ഉണ്ടാ ഇറങ്ങാൻ? എങ്ങോട്ടാ? എല്ലാവർക്കും ഈ 4 ഭിത്തിയുടെ അകത്ത് വരുമ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര ധൈര്യം, വലിയ ധൈര്യം. യേശുക്രിസ്തുവിനെ പുറത്തു പോയി സാക്ഷിക്കാൻ മനസ്സുണ്ടോ സഹോദര സഹോദരി? ഇതാണ് ഒരു ദൈവത്തിന്റെ ഉത്തരവാദിത്വം. സഭയിലെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. എന്തിനാ സഹോദര ഈ പുറത്തു പോയുള്ള ഉത്തരവാദിത്വം പറയുന്നത്? വ്യക്തമായി ഞാൻ ഓർമ്മ. അത് തീരുമാനിക്കും. ഒരു ട്രാക്ട് കൊടുക്കാൻ, ഒരു ഭവനത്തിൽ ചെന്ന് യേശു കർത്താവിനെ പരിചയപ്പെടുത്താൻ, തെരുവോരത്ത് നിന്ന് യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാണ്, ലോകരക്ഷിതാവാണ് എന്ന് വിളിച്ചു പറയുവാൻ, യേശു ക്രിസ്തുവിനെ സാക്ഷിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ മുന്നോട്ട് പോകട്ടെ. ചുരുങ്ങിയ മിനിറ്റുകളായി മുമ്പ്. അപ്പൊ നമ്മൾ ഈ
4 മേഖലകൾ, 4 ഫോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ചതുർമുഖമായ ഉത്തരവാദിത്വം: 1 ദൈവത്തോട്, 2 കർത്താവായ യേശു ക്രിസ്തുവിനോട്, 3 നമ്മളോട് തന്നെ ബന്ധപ്പെട്ട്, 4 ലോകത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് നാം ആരായിരിക്കണമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്കകത്താണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും നമ്മുടെ ദൗത്യം നിറവേറ്റാൻ നമ്മൾ ആരായിരിക്കണം. ഞാൻ അത് വേഗം 7 കാര്യങ്ങൾ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരായിരിക്കണമെന്ന്. 7 അല്ല, അതുകൊണ്ട് എന്നാൽ 7 എണ്ണം ഞാൻ നോട്ട് ചെയ്ത കാര്യം പറയാം. 1, നമ്മൾ വെളിച്ചം പോലെ എന്നല്ല, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം പോലെ എന്നല്ല. പിന്നെ എല്ലാവരും ഉണർന്നിരുന്നു സന്തോഷത്തോടെ പറഞ്ഞേ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എത്ര ദിവസത്തെ ക്ലാസ് ഉണ്ട് ഈ വെളിച്ചം എന്നുള്ളത്? അങ്ങനൊന്നും ഇല്ലല്ലേ? ഉണ്ടോ? ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവ് താൻ തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. അത് യോഹന്നാൻ 8:12. 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കി. യോഹന്നാൻ 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അധികം പേരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു വചനം. 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ? എപ്പോഴാ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം? എല്ലാരും ഉണർന്നിരുന്നു എന്ന് പറഞ്ഞ് അല്പം ഒരു ഉഷാറായിട്ട് പറഞ്ഞു. യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം എപ്പോഴാ? ലോകത്തിലിരിക്കുമ്പോ. ലോകത്തിൽ നിന്ന് പോയി കഴിയുമ്പോ യേശു ക്രിസ്തു ലോകത്തിൽ ഇരുന്നപ്പോഴാണ് ലോകത്തിന്റെ വെളിച്ചമായിരുന്നത്. ഇന്ന് ലോകത്തിന്റെ വെളിച്ചം ആരാ? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വേറെ ദിവസം സൂക്ഷിച്ചു പഠിക്കണേ. ഈ ഉപദേശങ്ങളൊക്കെ ശരിക്കും പഠിക്കണം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇന്ന് ഈ ലോകത്തിന് വെളിച്ചം നൽകേണ്ടത് യേശു ക്രിസ്തു അല്ല, പിന്നെ വിശ്വാസികളാണ്. ഞാൻ അത് മാത്രം പറഞ്ഞിട്ട് മുന്നോട്ട് വന്നു. രണ്ടാമതായിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ, ഞാനും എൻ്റെ ബ്രദറിൻ്റെയും കൂടെ ഇവിടെ വന്നപ്പോൾ, രാജാന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. നിങ്ങൾ മിക്കവരും മറന്നു കാണും, എനിക്ക് മറക്കാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഓർത്തിരുന്നല്ലേ പറ്റൂ. 15-ാം അധ്യായം. അവിടെ നമ്മൾ ആരാന്നാ പറഞ്ഞിരുന്നത്? യേശു ക്രിസ്തു മുന്തിരിവള്ളിയും പിന്നെ നിങ്ങൾ ശാഖകളുമാകുന്നു. കൊമ്പെന്നുള്ള വാക്കിന് പകരം ഞാനന്ന് പറഞ്ഞ വാക്കാണ് ഏത്? ശാഖകൾ. ഈ ശാഖകളുടെ ജോലി എന്താ? ഫലം കായ്ക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ചിന്തിച്ചതാണ് സാക്ഷികളാകുക. നാലാമത് 2 കൊരിന്ത്യർ 3-ാം അധ്യായം, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാകുന്നു. ക്രിസ്തുവിന്റെ പത്രം. ഒരു വിശ്വാസി ആ വിശ്വാസിയുടെ ജീവിതത്തിൽ അവന്റെ ഉത്തരവാദിത്വം, അവരുടെ ഉത്തരവാദിത്വം. 5, 6, 7. ഞാൻ ഓരോ വാക്കിലെന്ന് പറയാം. 5 ശിഷ്യൻ, ഡിസൈപ്പിൾ. യേശു ക്രിസ്തുവിന് എത്ര ശിഷ്യന്മാരുണ്ട്? പെട്ടെന്ന് പറയുന്നത് ഒന്നാമത്തെ സമയമില്ല. അവിടെ എല്ലാവരും അന്തിച്ച് നോക്കി എൻ്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നു. എത്ര ശിഷ്യന്മാരുണ്ട്? തെരഞ്ഞെടുത്തത് 12 ശിഷ്യൻ. 28-ാം അധ്യായം ടെക്നിക്കലായിട്ടല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് 12 അപ്പോസ്തലന്മാരാണ്. 12 പേരായ അപ്പോസ്തലന്മാർ. പിന്നെ
ബാക്കിയുള്ള വിശ്വസിച്ച് വരുന്ന എല്ലാവരും ശിഷ്യരാണെന്ന് ഞാൻ പറയത്തില്ല, ശിഷ്യരായിരിക്കണം. എന്റെ കയ്യിലെ പുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട് ശിഷ്യത്വം. യേശുക്രിസ്തുവാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല ശിഷ്യൻ. യേശുക്രിസ്തുവിനെ ശിഷ്യനായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവാണ് ഏറ്റവും മാതൃകയുള്ള ശിഷ്യൻ. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ്. ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടോ? എന്താ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: വിദ്യാർത്ഥി, പഠിക്കുന്നവനെന്ന്. ഇനി വേറൊരു വാക്ക് മക്ഡൊണാൾഡ് എഴുതിയിരിക്കും, വില്യം മക്ഡൊണാൾഡ് എഴുതിയിരിക്കുന്നത് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗുരു ഉള്ളവനാ. ആരാ നമ്മുടെ ഗുരു? ആരാ ഗുരു? യേശുക്രിസ്തു. അപ്പൊ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ചോദ്യോത്തര രീതി പറയുന്നത് എന്തിനാ? മറന്നു പോയിരിക്കാൻ വേണ്ടി. അപ്പൊ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഗുരുവായ യേശുക്രിസ്തുവിങ്കിൽ നിന്ന് പഠിക്കുന്നവനാണ്. അതാ കർത്താവ് പറഞ്ഞത്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുകയും. കർത്താവിങ്കിൽ നിന്ന് പഠിക്കുന്നവനാണ്. ലളിതമായ ഒരു ചോദ്യം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പറയണേ. കുഞ്ഞുങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുക, ദൈവസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ കണക്ക് പറയേണ്ടവരാണ്. കണക്ക് പറയേണ്ടവരെന്ന് പറയുന്ന വാക്ക് തെറ്റാ. ഇല്ലേ? ന്യായവിധിയെ കുറിച്ച് പഠിക്കുമ്പോൾ കണക്ക് പറയുകയല്ല, പിന്നെ കണക്ക് ബോധിപ്പിക്കുക. കർത്താവിനെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ഇന്ന് സത്യസന്ധമായ ഉത്തരം പറയണം. യേശുക്രിസ്തുവിനോട് ഇന്ന് രാവിലെ വല്ലതും പഠിച്ചോ? ഒരു വിശ്വാസി, ശിഷ്യൻ. അപ്പൊ സഹോദരന്മാരിങ്ങനെ ചിന്തിച്ചാണ്, ഞങ്ങൾ ഈ കൂട്ടത്തിൽ ശിഷ്യന്മാരല്ലേ? യോപ്പയിൽ വേദമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പൊ സഹോദരിമാർ ശിഷ്യരാണ്. ഇനി ശിഷ്യത്വത്തിന്റെ ഒരു കാര്യവും ഞാൻ പറഞ്ഞുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇനി അടുത്തത് ആറാമതായി 2 Corinthians chapter 5, 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം. സ്ഥാനപതികൾ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വാക്കാണ് സ്ഥാനപതികൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? ഇന്ന് രാവിലെ എന്നോട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, തൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ തൃത്വം എന്ന് പറഞ്ഞു. കേട്ടയാളുന്നത് മനസ്സിലായില്ല. ട്രിനിറ്റി എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാ മനസ്സിലായി. അതുപോലെ സ്ഥാനപതി എന്ന് പറഞ്ഞാൽ സ്ഥാനാപതി അല്ല കേട്ടോ. മലയാളത്തിൽ സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ തെറ്റാ. സ്ഥാനാപതി അല്ല, സ്ഥാനപതിയാണ് ശരിയായിട്ടുള്ള പ്രയോഗം. അപ്പൊ ഈ സ്ഥാനപതി എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. ആരാ? അംബാസഡർ. എന്താ അംബാസഡർ എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായി വേറൊരു രാജ്യത്തെ, ആ രാജ്യത്തെ, സ്വന്തം രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ സ്വന്തം നാട് ഏതാ? സ്തോത്രം. നമ്മുടെ സ്വന്തം നാട്ടിലല്ല. നമ്മളെവിടെ? ഒരു അന്യനാട്ടില്ല. ഇവിടെ നമ്മുടെ ജോലി എന്താ? നമ്മുടെ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ ആരാ പ്രിയപ്പെട്ടവര്? സ്തോത്രം, സ്തോത്രം. ഈ സ്ഥാനപതിക്കൊരു സന്ദേശമുണ്ടെന്ന് അവിടെ പറയുന്നത്. എന്താ സന്ദേശം? ദൈവത്തോട് റെക്കൺസൈൽ വിത്ത്, ദൈവത്തോട് നിരന്നുകൊള്ളുകയും
ഈ സന്ദേശം പറയാനാണ് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ തനിക്ക് പകരക്കാരായി തന്റെ അംബാസിഡറായിട്ട് ഇവിടെ നിയമിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിന് നേരമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം പണം തന്നിട്ടുണ്ട്, നമുക്ക് നല്ല വീട് തന്നിട്ടുണ്ട്, നല്ല വാഹനം തന്നിട്ടുണ്ട്, നല്ല സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം എന്തിനാണെന്നറിയാമോ? നമ്മളിവിടെ സുഖകരമായിട്ട് ജീവിക്കാനല്ല. ഇതെല്ലാം തമ്പുരാൻ തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ രാജ്യത്തെ ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ കാഴ്ചപ്പാട് എന്ന് നമുക്കുണ്ടാകുന്നു, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആത്മീയരായിത്തീരുന്നത്. ഇനി ഏഴാമത് ഒരു ഭാഗങ്ങളുണ്ട്. എന്താണെന്നറിയാം? 1 കൊരിന്ത്യർ 4-ാം അധ്യായം. ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാർ. ഞാൻ മുമ്പേ അംബാസഡേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഗൃഹവിചാരകന്മാരെന്ന് പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാകല. വേറൊരു വാക്ക് കാര്യവിചാരകത്വം എന്നാണ്, അല്ലേ? സ്റ്റീവാർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം, ഗൃഹ വിചാരകത്വം. ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരെന്നാണ് പൗലോസ് പറയുന്നത്. എല്ലാവരും കേൾക്കണേ, സഹോദരന്മാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും എല്ലാവരും. നിങ്ങളുടെ വളരെ സ്നേഹത്തോട് ഞാൻ പറയാം, നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഈ ഗൃഹവിചാരകൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ സ്റ്റീവാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കുമുള്ള മലയാളം എന്താണെന്നറിയാമോ? മാനേജർ എന്ന്. ശരിക്കുള്ള അർത്ഥം മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥൻ വേറെ ഒരാളാണ്. ഈ ഉടമസ്ഥൻ എന്ത് ചെയ്തു? ഇത് ഒരു മാനേജറെ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഉടമസ്ഥൻ ദൂരദേശത്തേക്ക് പോയെന്ന. ഈ ഉടമസ്ഥൻ ദൂരദേശത്തേക്ക് ഏറിയ നാൾ കഴിഞ്ഞിട്ട്, അതാ തിരിച്ചു വരുന്ന എപ്പോഴാണ്? ഏറിയ നാൾ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ മാനേജറെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ചോദ്യമുണ്ട്. നിന്റെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. കുഞ്ഞെ, സഹോദര സഹോദരി, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദിവസം വരാൻ പോകുകയാണ്. ഏത് ദിവസം? നമ്മുടെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് നീ ഏൽപ്പിച്ചു തരിക എന്ന് വ്യക്തിപരമായി എല്ലാവരും കൂടെ ഒന്നിച്ചല്ല, പിന്നെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് അതൊക്കെ വലിയ വിഷയമാണ് പ്രിയപ്പെട്ടവരെ. 7 വിഷയങ്ങൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ എന്ന് പഠിച്ചു തീർക്കാൻ പറ്റുമോ ഈ വേദപുസ്തകാടിസ്ഥാനത്തിൽ? ഞാൻ ചുരുക്കി പറയട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വാചകത്തിലേക്ക് മടങ്ങുക. സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ പോക്കും പത്രാസവും ഒക്കെ കണ്ടാൽ ഇത് മുഴുവൻ ഒന്നുമില്ല. പിന്നെ നിന്റെ അകത്തു നിന്നുള്ള ശ്വാസം ഉണ്ടല്ലോ, അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നു, പുറത്തുനിന്ന് എടുക്കുന്നു. ഇതാണ് നിന്റെ അകത്ത് അധിവസിക്കുന്ന ആത്മാവുണ്ടല്ലോ, നിന്നെ നിലനിർത്തുന്ന ജീവനുണ്ടല്ലോ, അതവിടെ. അഴകാർന്ന നിന്റെ ഈ ശരീരമുണ്ടല്ലോ, ആരോഗ്യമുള്ള നിന്റെ ഈ ശരീരമുണ്ടല്ലോ, അതവിടെ സ്വന്തമാണ്. അതാ പൗലോസ് പറഞ്ഞത്. എന്താ? ലഭിച്ചതല്ലാതെ ഒന്നുമില്ല. ലഭിച്ചതേ ഉള്ളൂ.
ശരീരത്തിന്റെ കണക്ക്, നിന്റെ ആത്മാവിന്റെ കണക്ക്, നിന്റെ ജീവന്റെ കണക്ക്, നിന്റെ സൗന്ദര്യത്തിന്റെ കണക്ക്, നിന്റെ ആരോഗ്യത്തിന്റെ കണക്ക്, ദൈവം നിനക്ക് തന്നിരിക്കുന്ന എല്ലാറ്റിന്റെയും കണക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു ദിവസം വരാൻ പോവുകയാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം. വിചാരകത്വത്തോട് ബന്ധപ്പെട്ട് എന്നോട് കൂടുതൽ സമയമൊക്കെ എടുത്തോളാൻ ഇന്നലെ തന്നെ അനുവാദം തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട 3 മേഖലകൾ മാത്രം ഞാനെന്ന് പറയാം. 1, ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളുടെ കണക്ക്. വിശ്വാസികളുടെ സഭയിലെ പങ്കാളിത്തം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഇന്ന് അതോടൊക്കെ പറയണമെന്ന് കരുതിയ ഞാൻ വന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി ഈ കൃപാവരങ്ങളെ സംബന്ധിച്ച് പൗലോസ് പറയുമ്പോൾ താൻ പറയുന്ന ഒരു പ്രധാന കാര്യം മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് പോകാം. നോക്കുക, 18-ാം വാക്യം, 12-ാം അധ്യായത്തിന്റെ 18-ാം. ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി സഭയിൽ ചെയ്യാനല്ല ഒരു വിശ്വാസിയെ ദൈവം രക്ഷിച്ചിരിക്കുന്നത്. ഇതൊക്കെ കാര്യഗൗരവമായിട്ട് ചിന്തിക്കണേ. എനിക്ക് ഇന്ന ജോലിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനത്, എന്താ സഹോദരങ്ങളെ, ആണോ? ആരാ ശരീരത്തിലെ അവയവങ്ങളെ എവിടെ വേണമെന്ന് തീരുമാനിക്കുന്നത്? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെ. ശരീരം എന്താ? സഭയാണ് അല്ലേ? ഈ സഭയിലെ അവയവത്തെ ദൈവം എന്തിരിക്കുക? തന്റെ എന്റെ ഈ കൈ ഇവിടെ തന്നെ വേണമെന്ന് തീരുമാനിച്ചാരാ? ഒരു വിശ്വാസി എവിടെയായിരിക്കണം? സ്ഥാനം. ശിശുവിടെ അങ്ങോട്ട് മാറി. സ്ഥാനം, എന്റെ സ്ഥാനം എവിടെയാ? അത് തീരുമാനിക്കേണ്ടത് ആരാ? കർത്താവാണ്. നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ, ഞാൻ ഒരു വാചകം കൂടെ ഇതിനോട് ചേർത്ത് പറയാം. നമ്മളെ സഭയെ ഏൽപ്പിക്കുന്ന കാര്യം കാണും, നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ കാണും. ഉദാഹരണം, വചന ശുശ്രൂഷ തന്നെ ആയിക്കോട്ടെ. ദൈവം ഏൽപ്പിക്കാത്ത ഒരാൾ വചന ശുശ്രൂഷ ചെയ്താൽ, ദൈവം നിശ്ചയിച്ചിട്ടില്ല, ആ ആള് വചന ശുശ്രൂഷ ചെയ്താൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്നറിയാമോ? ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷ കൊണ്ട് എല്ലാവർക്കും വലിയ താല്പര്യം ഉണ്ടായി കാണും. തന്മയത്വത്തോടുകൂടെ വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാം. അതിന് വേറൊരു വാക്ക് പറഞ്ഞാൽ തന്മയത്വം എന്നുള്ള വാക്ക് തന്നെയാണ്. ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യം നിവർത്തിക്കുകയും ചെയ്തു. സഭയിലെല്ലാവർക്കും താല്പര്യമായി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കൊള്ളാരെന്ന് കേട്ടോ, കൊള്ളാരെന്ന്. ദൈവം ഏൽപ്പിക്കാതെ ഒരാൾ ഇത് ചെയ്തെന്ന് വിചാരിക്കുക, ഈ ശുശ്രൂഷയ്ക്ക് പ്രതിഫലം കിട്ടുമോ? എന്താണ് നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നത്? കിട്ടുമോ? അതുകൊണ്ട് ആദ്യം സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് കണ്ടെത്തുകയാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, എന്റെ കൃപാവരം എന്താണെന്ന് ഞാൻ
തിരിച്ചറിയുക. തിരുവഴുത്തിൽ ഇന്നെല്ലാം വചനമുണ്ട്, ഞാൻ പറയാൻ നിവൃത്തിയില്ല. ഒന്ന്, നമ്മുടെ കൃപാവരത്തിന്റെ ഗൃഹ വിചാരകത്വം. രണ്ട്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധനത്തിന്റെ ഗൃഹവിചാരകത്വം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ വിശദീകരിക്കാൻ പോയാൽ ചിലർ വിചാരിക്കും പണ്ടൊന്നും ഈ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ദ്രവ്യാഗ്രഹം കൂടെ തുടങ്ങിയൊന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല ആ ഭാഗത്തോട്ട്. അപ്പൊ ദൈവദാസന്മാര് ഭയങ്കര വീട്ടിലായിരിക്കും. ഇതുപോലുള്ള വിഷയങ്ങളൊന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധനത്തിന്റെ കാര്യം. മൂന്നാമത്, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന കുടുംബത്തിന്റെ കാര്യം, ഗൃഹവിചാരകത്വം. ശമേലി ചോദിച്ചല്ലോ അല്ലേ, ഇശായിയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും മക്കളെ ഉള്ളൂ, എന്ത് ചെയ്യാനാ, വേറെ ആരും ഇല്ലയോ? ഉണ്ടല്ലേ. ഇതാ ഞാനും എനിക്ക് ദൈവം തന്ന മക്കളും കേട്ടോ. വലിയ ഭാരം ഇന്നാളുകളുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാൻ വളരെ ആവശ്യമാണ്. ദൈവം വേറെ ആരോടുമല്ല, നമ്മളോട് തന്നെയാണ് നമ്മുടെ കുടുംബത്തിന്റെ കണക്ക്. നിന്റെ ഗൃഹവിചാരകത്വത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരുപാട് വിഷയങ്ങൾ ഇതോട് ചേർത്ത് ചിന്തിക്കാനുണ്ട്. സാധിക്കുന്നത്ര കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിച്ചു. സഭയോട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജീവിതം, ദൈവത്തിന്റെ ഏറ്റവും വലിയ, ഈ പുതിയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സംവിധാനം ഏതാ? ദൈവത്തിന്റെ സഭയാണ്. ഒരു വാചകം കൂടെ ഇതിനോട് ചേർത്ത് ഞാൻ പറയാം, സഭയിലൂടെ അല്ലാതെ ഒരു കാര്യം ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല, ചെയ്യത്തുമില്ല. സഭയിലൂടെ മാത്രമേ കർത്താവ് പ്രവർത്തിക്കുകയുള്ളൂ. എന്റെ ദൈവജനത്തിലെ വലിയ സത്യമാണ്. സഭയ്ക്ക് പുറത്ത് ഏത് ശുശ്രൂഷ നടന്നാലും അത് തെറ്റാണ്. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരങ്ങൾ അതിനെ വ്യക്തമായി മനസ്സിലാക്കി അതിനെ നിരുത്സാഹപ്പെടുത്തണം, അതിനെ ഇല്ലായ്മ ചെയ്യണം. സമയമില്ലെങ്കിൽ ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ. ഒരു സ്ഥലത്ത് ഒരു സഭയിൽ വലിയ നല്ല സംവിധാനത്തിൽ പോകുന്ന ഒരു സഭയാണ്. നമ്മുടെ ഇടയിലെ നല്ല പ്രമുഖരായ യുവദാസന്മാരൊക്കെ കൂടുന്ന ഒരു സഭയാണ്. ഒരു ദിവസം അവിടുത്തെ മൂപ്പന്മാരൊന്ന് രണ്ടുപേര് ആ വഴിയൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിലൊരു പാട്ട്, ഏതാ ബ്രദറുകാരുടെ ഒരു വീട്ടിലൊരു പാട്ട് കേൾക്കുന്നു. അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയാമോ? സഭയെ അറിയാതെ അവിടെ ഒരു പ്രാർത്ഥനായോഗം ക്രമീകരിച്ചിരിക്കുക. ശരിയാണോ? ഇത് ശരിയാണോ? സാറേ കേട്ടോ, സഭയിലൂടെ അല്ലാതെ ഒരു പ്രവൃത്തിയും ദൈവം ചെയ്യുന്നില്ല, കർത്താവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്ഥലം സഭയുടെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും തങ്ങളുടെ ദൗത്യങ്ങൾ നിറവേറ്റാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും കാര്യം ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ 2-3 ദിവസങ്ങളിൽ വളരെ ആത്മീയ സന്തോഷം ഞാൻ
ഞാൻ അനുഭവിച്ചു. രാജാന്റെ ഭവനത്തിലാണ് ഞാൻ താമസിച്ചത്. എൻ്റെ സ്വന്തം വീട് പോലെയുള്ള സ്വാതന്ത്ര്യവും കരുതലുമൊക്കെ ഞാൻ അനുഭവിച്ചു. ആ ഭവനത്തോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക. ഇന്നലെ ഈ പുസ്തകമൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാനൊന്നും എടുക്കാൻ ശ്രമിച്ച് സമ്മതിക്കത്തില്ല. എന്നേക്കാൾ പ്രായമുള്ളയാളാണ്, എന്നെ അച്ചായെന്നാണ് വിളിക്കുന്നത്, എന്നേക്കാൾ പ്രായമുള്ളയാളാണ്. പക്ഷേ കരുതലും ആ ഹോസ്പിറ്റാലിറ്റിയും എന്നെ വളരെയേറെ ആകർഷിച്ചു. ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എന്നെ സ്നേഹിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും വിവിധ എനിക്ക് വെള്ളമൊക്കെ എടുത്തു തന്നൊരു കുഞ്ഞ് അല്ലേ, വളരെ സഹകരിച്ചു. എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് ഹിതമായാൽ വീണ്ടും നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് കാണാൻ ദൈവം അവസരം തരട്ടെ. ഇല്ലെങ്കിൽ ഉറപ്പ് നമ്മളെല്ലാവരും അവിടെ പ്രത്യാശയോടെ നമുക്ക് പിരിയാൻ സാധിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.